സാൻഷി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം വേറൊന്നുമല്ല, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു പോയി. സോ കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് എത്രയും പെട്ടെന്ന് ആക്കിത്തട്ടെ. അങ്ങനെ ഞാൻ പുതിയ വീഡിയോസ് ചെയ്യും. വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഒരു മോട്ടിവേഷൻ, അതുപോലെ സാറ്റിസ്ഫിക്കേഷനൊക്കെ എൻ്റെ വീഡിയോ കൊണ്ട് എനിക്കുണ്ടാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ മാത്രമല്ല, പല ഈ വീഡിയോസും കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങിയത്. വീഡിയോ ചെയ്ത് തുടങ്ങാനായിട്ട് എന്നെപ്പോലെ കുറേ ആൾക്കാർക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഇഷ്ടമുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ക്രിയേറ്റീവായിട്ടുള്ള ന്യൂ വീഡിയോസ് ചെയ്യാം, ഇഷ്ടമുള്ള വീഡിയോ ചെയ്യാം. പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കാത്ത വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ചുമ്മാ വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് മൈൻഡൊക്കെ റിലാക്സ് ആക്കി വയ്ക്കുക. പിന്നെ എൻ്റെ ഫസ്റ്റത്തെ എൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തതിലൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. ഇപ്പോഴത്തെ വീഡിയോകളിലും ചില മിസ്റ്റേക്കുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ചില മലയാളം വാക്കുകൾ തന്നെ ഞാൻ തെറ്റിച്ച് പറയാറുണ്ട്. കാരണം ഞാനൊരു മലയാളമൊക്കെ പഠിച്ച ആളാണെങ്കിലും ചില മലയാളം വാക്കുകൾ തന്നെ ഭയങ്കര കടുകട്ടിയായിട്ട് ഞാൻ തെറ്റി പറയാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചെറിയ വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് മലയാള വാക്കുകൾ തെറ്റി പറഞ്ഞ് ഇംഗ്ലീഷൊക്കെ കടന്നു വരാം. പക്ഷെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഇങ്ങനെ പെട്ടെന്ന് കടന്നു വരുന്നത് വെച്ചാൽ അതൊരു നല്ല കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ച് എപ്പോഴും ഹായ് ഹലോ പറയുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സമയമുണ്ട്. പല ഹായ്ക്കും ഹലോയ്ക്കും നമ്മൾ റിപ്ലൈ കൊടുക്കാത്തതിൻ്റെ കാരണം നമുക്ക് ആ സമയമില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. പല സ്ഥലങ്ങളിലും നമുക്ക് ഹായ് ഹലോ എന്ന് പറയുമ്പോൾ തിരിച്ചൊരു ഹായ് ഹലോ എന്ന് പറയേണ്ട ആ ഒരു സമയം നമ്മുടെ ചുറ്റുവട്ടത്തും ഇല്ല. കാരണം ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. കാരണം ഇവിടെ എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ പലതരത്തിൽ ഓട്ടത്തിലാണ്. പല ബിസിനസ്സുകളുടെയും അതും അല്ലെങ്കിൽ പല ഫംഗ്ഷൻ അവർക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരും, ഒരു നാളേക്ക് അല്ലെങ്കിൽ പല നാളേക്ക്. പക്ഷേ അതെല്ലാം അവർ ചെയ്യുന്നത് അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സംഭവം ഉള്ളതുകൊണ്ടാണ്. പുറമൊക്കെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഉള്ളിൽ സെൽഫായിട്ട് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് ഉയരാവുന്നതാണെന്നാണ് ഒരു സാധാരണ നിലയിൽ നിന്ന് വന്ന എൻ്റെ വിശ്വാസം. അതേസമയം നമ്മൾ ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല നമുക്ക് ചുറ്റും. നമ്മൾ ഇന്ന് ജീവിക്കുന്നു, നാളെ മരിക്കുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സത്യത്തിൽ ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റി വേണ്ട എന്ന് തോന്നും. ഫ്രീ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വെറും ഫ്രീ ആയിട്ടിരിക്കുക എന്നുള്ളതല്ല അതിൽ അർത്ഥമാക്കുന്നത്. കാരണം അതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു ഫ്രീഡമാണ്. എന്ന് വെച്ച് എല്ലാ ദിവസവും നിനക്ക് ഫ്രീഡം ഉണ്ടല്ലോ, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ നമ്മൾ എടുക്കുന്ന തീരുമാനം ചിലപ്പോൾ വളരെ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചേക്കാം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടും നമ്മൾ ചെയ്യേണ്ടിയിരുന്നില്ല, അങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്തെങ്കിലും തോന്നുന്നതിനെയാണ് നമ്മൾ പറയുന്നത് റിഗ്രറ്റ് എന്നൊക്കെ. അതുകൊണ്ട് നമ്മൾ പറയും, നമുക്ക് നമ്മുടെ ഒരു മനസ്സമാധാനം അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ എന്താണ് തോന്നുന്നത് അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അതേസമയം നമ്മുടെ മൈൻഡ് പറയുന്നത് മാത്രം കേട്ടിരുന്നാൽ നമുക്ക് ജീവിതം മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ നമ്മൾ ലൈഫിൽ കുറച്ചൊക്കെ ഇപ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാ ബോയ്സിനും പെൺകുട്ടികൾക്കും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പരസ്പരം കുറ്റം പറയുന്നത് എന്താണെന്ന് നോക്കാം. അവൾ എന്താ ഇപ്പോൾ പറഞ്ഞത്, ഇവൻ എന്താ ഇപ്പോൾ പറഞ്ഞെന്നുള്ള ആ ഒരു മൈൻഡ് ഇത് അതെല്ലാവർക്കും ഉണ്ട്. എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന എനിക്കും ഉണ്ടാവും, അതേപോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടാവും. ഞാൻ എല്ലായ്പ്പോഴും ഇങ്ങനെ എന്താ പറയുക, മറ്റുള്ളവർ പറയുന്നത് എന്താണ് എന്നുള്ളത് ഭയങ്കരമായിട്ട് ഞാൻ ബോധടിക്കാൻ നിൽക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ അവരെന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പൊക്കോട്ടെ എന്നാണ്. പക്ഷേ ചില സമയത്ത് അത് നമുക്ക് വിഷമാവും, ഇമോഷണലി നമ്മൾ വീക്കാവും. അതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വീക്കാവും. കാരണം നമ്മളെക്കുറിച്ച് ആരും നമ്മളോട് വേറെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളെ ഇമോഷണലി വീക്കാക്കാൻ വേണ്ടി പലരും പറയാം. അങ്ങനെ പറഞ്ഞാലൊന്നും ശരിക്കും പറഞ്ഞാൽ വീക്കാവാണ് നമ്മൾ പിടിച്ച് നിൽക്കുക വേണം. കാരണം എപ്പോൾ നോക്കിയാലും ഞാൻ ഇമോഷണലി വീക്കാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് അത് തന്നെയല്ലേ പറ്റത്തുള്ളൂ. ഞാൻ ഭയങ്കര ഇമോഷണലി വീക്കായിട്ടുള്ള ആളാണ്. എന്നെ ഒന്നാ പറഞ്ഞാൽ രണ്ടാമത്തേനെ കരയും അങ്ങനെയൊക്കെയുള്ള ആളാണ് ഞാൻ. ഇങ്ങനെ കരയിപ്പിക്കുകയും കരയുന്ന ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരാളായി മാറിയില്ലേ. അതേപോലെ നിങ്ങളെക്കുറിച്ച് പലതും പറഞ്ഞാലും നമ്മൾ അതൊക്കെ ബോൾഡായി തന്നെ നീക്കണം, അതാണ് വേണ്ടത്. അല്ലാണ്ട് എപ്പോൾ നോക്കിയാലും നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞു കൊടുന്ന സഡൻ നമ്മുടെ മൈൻഡ് എത്ര പറഞ്ഞ് റിഫ്രഷ് ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് ആ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് തന്നെ കടന്നു വരും. സോ നമ്മൾ നെഗറ്റീവ് തോട്ട്സിനെ മറന്നിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാം. നാളേക്ക് വേണ്ടി ഒരു നല്ലത്, അല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാവും, എല്ലാം ഓക്കെ ആവണം. എല്ലാം ശരിയായില്ലെങ്കിൽ ചിലപ്പോൾ നെഗറ്റിവിറ്റിയിൽ തന്നെ നമുക്ക് ജീവിക്കേണ്ടി വരും. സോ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാത്തിനെയും ഓക്കെ ആക്കണം. എന്ന് വിചാരിച്ചാൽ എല്ലാം ഓക്കെ ആക്കാൻ മാത്രം ഇവൾക്ക് എന്ത് തേങ്ങ അറിയാം എന്നൊക്കെ ചിന്തിക്കുന്നവരും ഉണ്ടാകും. ശരിയാണ്, എനിക്കൊരു തേങ്ങയും അറിയില്ല എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു തേങ്ങയും അറിയാത്ത ആൾക്കാർക്ക് വരെ എന്തെങ്കിലുമൊക്കെ അറിയാമെന്ന് തെളിയിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോഴുള്ള ഒരു കാലം. ഒന്നും അറിയില്ല നിനക്ക് എന്ന് പറഞ്ഞാൽ ശരി, എനിക്കൊന്നും അറിയില്ല, എന്നാലും എനിക്ക് എന്തൊക്കെയോ അറിയാലോ. സത്യം, എനിക്ക് എന്തൊക്കെയോ അറിയാം. പക്ഷെ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് ഒരാളെയും ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ആരെയും ജഡ്ജ് ചെയ്ത് നമ്മൾ സംസാരിക്കരുത്. അവൻ അങ്ങനെയാണ്, ഇവൻ അങ്ങനെ. ഞാൻ പലപ്പോഴും പറഞ്ഞു, നിങ്ങളുടെ കുറവുകൾ എന്ന് പറയുന്നത് സത്യത്തിൽ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് ആണ്. എനിക്ക് ഒരുപാട് കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്. അത് ഞാൻ മാത്രമല്ല ആ കുറ്റത്തെയും കുറവിനെയും ഇതാക്കിയത്. കാരണം പലരും പറഞ്ഞ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ഈ കുറ്റത്തെയും കുറവിനെയും ഒക്കെ മാറ്റാന്ന് വിചാരിക്കാം. സോ നമുക്ക് ഇപ്പോൾ ഈ കുറ്റങ്ങൾ കുറവുകളൊക്കെ പറയുന്നത് ഈസി ആയിട്ട് മാറ്റാവുന്ന കാര്യമുള്ളൂ. ജസ്റ്റ് അതൊക്കെ നീ ശരിയാവും, അതൊക്കെ ഒന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അത് മാറുന്നില്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ എത്ര പറഞ്ഞു കൊടുത്താലും വീണ്ടും റിപ്പീറ്റ് ആയിട്ടിരിക്കും.